നമസ്കാരം. നമ്മളിത് ഒരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ ചിരകിയ നല്ല അടിയിരിക്കുന്ന നല്ല തേങ്ങ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ അടുപ്പത്ത് ഇതുപോലെ ഒരു തവയിലേക്ക് വെച്ചിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി കുറച്ച് വേണം, ഇഞ്ചി വേണം. ഇഞ്ചിയൊക്കെ നമ്മുടെ ആ തേങ്ങയുടെ അനുസരിച്ച് നമ്മൾ കുറച്ചങ്ങ് ഇട്ടാൽ മതി. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽ മുളക്, പിന്നെ നമുക്ക് കുറച്ച് ഉഴുന്ന്, അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ കുരുമുളകില്ലേ, കുരുമുളക് വേണേ, കുരുമുളകും കുറച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇടണം. ഇത്ര ഇട്ടിട്ട് നമ്മളിതുപോലെ ഇളക്കിയെടുത്ത് നമ്മൾ നല്ല ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നമ്മളിത് ഇളക്കിയെടുക്കണം. കറിവേപ്പില നമുക്ക് ഏറ്റവും കൂടുതൽ ഇടാമോ അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇഞ്ചി. വെളുത്തുള്ളി ഒരു ഒന്നോ രണ്ടോ അല്ലി മാത്രം ഇട്ടാൽ മതി, ഒരുപാട് വേണ്ട. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു ചുവപ്പ് മുമ്പിൽ നിൽക്കും. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് വറുത്ത് ഒരുവിധം നന്നായി വരണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് 2 കഷ്ണം പുളി കൂടി ഇട്ട് കൊടുക്കണേ. പുളിയും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ആറാൻ വെക്കണേ. ആറാൻ വെച്ചിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ടേ. മുളക് പൊടി ഇടണ്ട, നമ്മൾ വറ്റൽ മുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട്. അപ്പം പച്ചമല്ലി തന്നെയാണ് ഏറ്റവും നല്ലത്. പച്ചമല്ലി എനിക്ക് ഇരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി മല്ലിപ്പൊടി കൂടി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഇടണ്ട, കുറച്ചിട്ടാൽ മതിയേ. അപ്പോൾ നമ്മളങ്ങനെ ഇത് ഇളക്കി നല്ല ബ്രൗൺ നിറമാവുന്നിടം വരെ നമ്മളിതുപോലെ ഇളക്കി എടുക്കുക. അപ്പം എല്ലാം ഒരുവിധം ഒരേപോലെ തന്നെ മൂത്ത് വരും. ഇതൊരു അടിപൊളി രുചിയാണ്. നമുക്ക് ചോറൊക്കെ ഉണ്ണാൻ വേറെ കറിയൊന്നും വേണ്ട. ഈ ചമ്മന്തിപ്പൊടി ഇവിടെ എല്ലാവർക്കും, കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വറുത്തിട്ട് നമ്മളിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇതുപോലെ ഇരിക്കും. നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലേക്കൊക്കെ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.